ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. രഞ്ജിത്ത് നിർമ്മിച്ച് എസ് ജയകുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് ബ്ലൂ സ്റ്റാർ എന്നുള്ള ചിത്രം. ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റും 54 സെക്കൻഡ്സും ദൈർഘ്യമുള്ള ട്രെയിലറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. നായകനായിട്ട് എത്തിയിരിക്കുന്നത് അശോക് സെൽവനാണ്. അശോക് സെൽവൻ്റെ പെർഫോമൻസ് ഈ ട്രെയിലറിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെച്ചൊരു സാധനം കൂടിയാണ്. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ ഈ ട്രെയിലർ എന്ന് പറയുമ്പം ഗംഭീര സാധനമാണ്, നെക്സ്റ്റ് ലെവൽ സാധനം. ഇതൊരു ക്രിക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയും കൂടെയാണ്. കാരണം ആ ക്രിക്കറ്റ് കാണിക്കുന്ന രംഗങ്ങളെല്ലാം പൊളിയായിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു കൂട്ടം യുവാക്കൾ ക്രിക്കറ്റ് സെലക്ഷന് വേണ്ടി അവർ പാടുപെടുന്ന കഥകളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ചർച്ച ചെയ്യുന്നത്, ട്രെയിലർ കാണിച്ചു തരുന്നത്. പക്ഷേ അശോക് സെൽവൻ്റെ പെർഫോമൻസ്, അദ്ദേഹം വേറെ ലെവൽ സംഭവമാണ്. ഓരോ സിനിമ കഴിയും തോറും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ ഉയർന്ന് ഗ്രാഫ് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം നല്ലൊരു ആക്ടറാണ്. കിട്ടിലോറ്റ് ഡയറക്റ്റ് അറിയാവുന്നുള്ള ആളുടെ അയാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം വേറെ ലെവലായി പോകും. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കിട്ടിലോറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ട്രെയിലറിൽ കണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഈ ട്രെയിലറിൽ നല്ലൊരു ടെൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു ഓഡിയൻസുമായിട്ട്, കാരണം നമ്മൾ നല്ല വൃത്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ അറിയാവുന്ന സ്ഥലങ്ങളിൽ നല്ല വൃത്തി പ്രാക്ടീസ് ആയിരിക്കും, ഒരു പ്രോ ലെവലുള്ള പ്ലെയർ ആയിരിക്കും. പക്ഷേ ആ സെലക്ഷൻ സമയത്ത് നമ്മൾ അവിടെ എത്തുമ്പം ജയിക്കുമോ തോക്കുമോ അങ്ങനത്തെ ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോക്കാം ജയിക്കാം അങ്ങനത്തെ ഒരു ഇതായിട്ട് മാറും. പക്ഷെ നല്ലൊരു മോട്ടിവേഷനും ഈ ട്രെയിലർ കാണിച്ചിരുന്നുണ്ട്. അത് എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ തൂക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ റിപ്പബ്ലിക് ദിനത്തിന്. അപ്പം നല്ല ട്രെയിലറിന് ഇപ്പം തന്നെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സിനിമ പോസിറ്റീവ് ആണെങ്കിൽ നല്ല കളക്ഷൻ കയറുന്നുണ്ട് പറയേണ്ടിയിരിക്കുന്നു. നല്ല സിനിമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇമോഷണൽ കണക്ഷൻ ആയാലും ക്രിക്കറ്റിനെ ബേസ് ചെയ്തെടുത്ത കഥകളായാലും ആ യുവാക്കളായാലും അതൊക്കെ നമ്മൾ ഒരു നെഞ്ചിൽ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു കഥയെന്നെ തോന്നുള്ളൂ. കാരണം നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളെ തോന്നുള്ളൂ. ഇതേപോലെ ക്രിക്കറ്റിനെ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് സെലക്ഷൻ കിട്ടുന്ന അതുപോലത്തെയൊക്കെ ഒരു ഫീലിങ്സ് ഈ സിനിമ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ട്രെയിലർ വേറെ ലെവൽ സാധനം തന്നെ. നിങ്ങൾ ഇതുവരേക്കും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് വഴി അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. ബ്ലൂ സ്റ്റാർ എന്നാണ് സിനിമയുടെ പേര്. പിന്നെ ഇതിൽ ഒരു ഗാനം ഇൻസ്റ്റാഗ്രാം വഴി നല്ല വൈറലായിരുന്നു. അത് നിങ്ങൾ കേട്ടു നോക്കുക. അപ്പം ഇത്രയൊക്കെയുള്ള എനിക്ക് ട്രെയിലറിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്.